മലപ്പുറം ജില്ലയിലെ ഉറച്ച കോട്ടയിൽ കുഞ്ഞാപ്പയ്ക്ക് വരെ പരാജയഭീതി. നോക്കണേ, 100-ൽ പരം സീറ്റുമായിട്ട് അധികാരത്തിൽ വരാൻ പോകുന്ന UDF നേതാക്കന്മാർ സ്വന്തം സിറ്റിംഗ് മണ്ഡലത്തിൽ വരെ മത്സരിക്കാൻ ഭയപ്പെടുകയാണ്. വേങ്ങരയിൽ ഇത്തവണ കുഞ്ഞാപ്പയ്ക്ക് ഒരു ഗംഭീര ചെക്ക് വയ്ക്കാൻ CPM ഒന്ന് കരുക്കൾ നീക്കിയതേ ഉള്ളൂ. കുഞ്ഞാപ്പ അപകടം മണത്ത് പെട്ടിയെടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം എവിടത്തേക്ക്? ഉറച്ച കോട്ടയായ മലപ്പുറത്തേക്ക്. എന്തുകൊണ്ട് വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് കുഞ്ഞാലിക്കുട്ടി മാറുന്നു? സ്മൃതി, വേങ്ങര കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോഴും സുരക്ഷിതമായ മണ്ഡലമാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ പോലും അവിടെ മുസ്ലിം ലീഗിന് വലിയ ആധിപത്യമുണ്ട്. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ള സഭാ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ആ സഭാ കഴിഞ്ഞ തവണ 11,250 വോട്ടുകൾ പിടിച്ചിരുന്നു. പക്ഷേ അതേ സ്ഥാനാർത്ഥി ഇത്തവണ ഇടതു മുന്നണിയുടെ പിന്തുണയോടുകൂടി, CPMന്റെ പിന്തുണയോടുകൂടി സ്ഥാനാർത്ഥിയായി എത്തും എന്നൊരു അഭ്യൂഹമുണ്ട്. അങ്ങനെ അഭ്യൂഹം നിലനിൽക്കുന്നതുകൊണ്ട് CPMന് അവിടെ ഏകദേശം 39,785 വോട്ടുകൾ കഴിഞ്ഞ തവണ പിടിച്ചിട്ടുണ്ട്. 40,000-ഓളം വോട്ടുകളുണ്ട്. ആ വോട്ടുകളും സഭാവ് പിടിച്ച 11,000 വോട്ടും ചേർത്താൽ 51,000 പരം വോട്ടുകൾ ഇടതു മുന്നണിക്ക് കിട്ടിയേക്കാം എന്നൊരു കണക്ക് അവിടെ പൊതുവെ പറയപ്പെടുന്നു. സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കേരളത്തിൽ മുഴുവൻ യാത്ര ചെയ്ത് UDFന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരും. പ്രചരണങ്ങളിൽ മുഴുവൻ മണ്ഡലത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ലീഗിലെ വിമതനായിട്ടുള്ള സബാഹ് എന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വേങ്ങരയിൽ കുഞ്ഞാപ്പയ്ക്കെതിരെ മത്സരിച്ചതാണ്. ആ സന്ദർഭത്തിൽ 11,000 വോട്ട് നേടിയ സബാഹ് അദ്ദേഹത്തെ വേങ്ങരയിൽ തന്നെ 39,000-ൽ പരം വോട്ടുള്ള CPM സ്ഥാനാർത്ഥിയാക്കുന്നു എന്നൊരാലോചന വന്നപ്പോൾ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമല്ലോ പടച്ചോനെ, എന്റെ മന്ത്രിസ്ഥാനം പോവേ എന്ന് പേടിച്ച് വേങ്ങരയിൽ നിന്ന് അദ്ദേഹം മുങ്ങുകയാണ്. ഇതാണ് ഉറച്ച കോട്ടകളിലെ ലീഗിന്റെ അവസ്ഥ. അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് അവിടെ മതം പറഞ്ഞ് വലിയ ഉരുക്കുകോട്ട സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും, കുഞ്ഞാപ്പയ്ക്ക് വരെ മലപ്പുറം ജില്ലയിൽ ഉരുക്കുകോട്ടയാണെങ്കിലും 3 തവണയായി ജയിച്ച വേങ്ങരയിൽ നിന്ന് ഇത്തവണ മത്സരിക്കാൻ ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് 100 സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്നതിന്റെ പൊള്ളത്തരം നാടൊന്ന് മനസ്സിലാക്കണം. എന്തായാലും പടച്ചോനെ, എങ്ങനെയെങ്കിലും ഒന്ന് മന്ത്രിയായിട്ട് 5 വർഷം കൂടെ ഇരിക്കണേ എന്നൊരു ആഗ്രഹത്തിൽ വേങ്ങരയിൽ അദ്ദേഹത്തിന്റെ വോട്ടർമാരെ കൂടി അവിശ്വസിച്ചുകൊണ്ട് സഭാ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ ചിലപ്പോൾ തിരിച്ചടി കിട്ടിയേക്കുമെന്ന് കുഞ്ഞാപ്പ പോലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, മലപ്പുറത്ത് പോലും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ചില മാധ്യമങ്ങളും ഒപ്പം തന്നെ കോൺഗ്രസുകാരും പ്രചരിപ്പിക്കുന്നതിനപ്പുറം ലീഗ് നേതാക്കന്മാർക്ക് വരെ ചങ്കിടിപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.